ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് ശരിയല്ലല്ലോ. ഓക്കെ. അവർക്ക് മനസ്സിലാവണം. അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു ബോധ്യം വരണം ആ രീതിയിൽ. കുട്ടിയുടെ ജനനത്തോടു കൂടിയാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുവരെ ഇല്ലാത്ത എല്ലാ മാറ്റങ്ങളും. അത് വേറെ ചില ജാതകങ്ങളിലും കാണാറുണ്ട്. ചിലരുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷമായിരിക്കും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരിക. അത് ജീവിത നിലവാരത്തിലും കാഴ്ചപ്പാടിലും എല്ലാം വ്യത്യാസം വരും. അത് ഐശ്വര്യം വന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തി ഇവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും ഇവരുടെ എനർജി തലത്തിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയ്ക്ക് അല്ലെങ്കിൽ എല്ലാ മൊത്തത്തിലേ ഒരു ചേഞ്ച് വരികയാണ്. എനിക്ക് മനസ്സിലായി ചോദ്യത്തിന്. അങ്ങനെ ചോദിക്കുന്ന ആളുകളെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥകൾ ഞാനിപ്പോൾ ഒരു 1000-1500 പേരെങ്കിലും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമസ്കാരം. അൺഎക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ഒരു കോൺവെർസേഷനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും സംശയം ചോദിക്കുമോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ ചേച്ചിയോട് അതിൻ്റെ അനുഭവം ചോദിക്കാറാണ് പതിവ്. ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് വ്യത്യസ്തമായിട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യം പറയാം. അല്ല, എനിക്ക് ചേച്ചി ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ്. അപ്പം ചേച്ചിക്ക് അതിശയം തോന്നി അല്ലെങ്കിൽ ചേച്ചിക്ക് വളരെ കൗതുകം തോന്നിയ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാൻ പറ്റും? ഒരുപാട് കാര്യം ഉണ്ടാവും. നമുക്ക് അതിശയകരമായിട്ടുള്ളതാണല്ലോ. എപ്പോഴും ഇതൊരു അതിശയത്തിൻ്റെതായിട്ടുള്ളൊരു ലോകമാണ്. ഞാൻ കണ്ട അതിശയങ്ങൾ എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത് തന്നെ. പക്ഷേ അടുത്തിടയ്ക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മളിപ്പോഴും ഈ പാസ്റ്റ് ലൈഫൊക്കെ ചെയ്യുമ്പോഴും പിന്നെ ചില ബുക്കുകളിലൊക്കെ വായിക്കുമ്പോഴും സോള് സ്പ്ലിറ്റ് ആയിട്ട് ജനിക്കുമെന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഒരു എന്തെങ്കിലും പല ഉദ്ദേശങ്ങൾ കൊണ്ടാവാം. ചില കാര്യങ്ങളിൽ നമ്മൾക്ക് അനുഭവിക്കാനുള്ള കർമ്മങ്ങൾ വേഗം അങ്ങ് അനുഭവിച്ച് തീരാനാകാം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സ്പ്ലിറ്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ അങ്ങനെ അതെ അതെ അങ്ങനെയുള്ള ഗ്രഹനിലകൾ കാണാനുണ്ട്. അത് സ്പ്ലിറ്റ് ആയിട്ടുള്ള സോളിനെ അന്വേഷിച്ചു പോയതല്ല. അവരുടെ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. എല്ലാം കൊണ്ടും വളരെ നമ്മളുടെ പ്രകടിതമായ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ കഴിവുകളും എല്ലാം ഉള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അപ്പൊ അവരെന്നോട് എന്നെ സമീപിച്ചത് തന്നെ അവരുടെ കുട്ടികളിൽ ഒരു കുട്ടിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ആ കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാനാണ്. അതിന് മാറ്റം വരുമോ, എന്തായിരിക്കും അവസ്ഥ എന്ന് അന്വേഷിക്കാനായിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ അവരുടെ വളരെ കുറച്ച് പുറകിലുള്ള പൂർവികനായിട്ടുള്ള ഒരു വ്യക്തി ചെയ്തിട്ടുള്ള ചില ദുഷ്കർമ്മങ്ങളാണ് കാരണമായിട്ട് കണ്ടത്. പ്രത്യേകിച്ച് ഭൂമി തട്ടിയെടുക്കുക, പിന്നെ മരുന്നുകൾക്കകത്ത് വ്യാജമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ ഒക്കെ ആളുകൾക്ക് കൊടുക്കുക. അത് മനുഷ്യരുടെ ശരീരത്തിനും നിലനിൽപ്പിനും ഒക്കെ ദോഷം ചെയ്യുന്നതല്ലേ. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയാ അദ്ദേഹം വളരെയേറെ സമ്പത്തും പ്രതാപവും ഒക്കെ ഉണ്ടായിട്ട് ജീവിച്ച ആളാണ്. ഇവര് തന്നെ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളെന്ന്. അതങ്ങനെ പറയാനുണ്ടായ സാഹചര്യം അവർക്കറിയാം, അവർ കേട്ടിട്ടുണ്ട്. അവരുടെ ഏതോ ഇങ്ങനെ ഒരാള് പൂർവിക ഇങ്ങനെ ഇവരുടെ അമ്മയുടെ വഴിക്കുള്ള ഒരു പൂർവികനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് കുറച്ച് തലമുറകൾക്ക് പിന്നിലുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, നമുക്കറിയാം, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ സമ്പന്നനായിട്ടാണ് ജീവിച്ചത്, ഒരുപാട് ആസക്തി തരും, പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ വ്യക്തി ആണ് ഈ സ്പ്ലിറ്റ് ആയിട്ട് ജനിച്ചിരിക്കുന്നത്. കുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് ജനിച്ചിരിക്കുന്നത്. അച്ഛനും അമ്മയും കുട്ടിയുടെ കൺസൾട്ട് ചെയ്യാൻ വന്ന ആൾക്കാർ സ്പ്ലിറ്റ് സോൾസ് ആയിരുന്നു. അതെ. ഇപ്പൊ കുട്ടി എന്ന് പറയുന്നത് ഏറ്റവും ആളിനെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഈ ദുഷ്കർമ്മങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്ന വ്യക്തിയാണ്. ആ കുട്ടിയാണ് ആ ആളാണ് കുട്ടിയായിട്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചോദിച്ചപ്പോ ഗ്രഹനില വെച്ചിട്ട് തന്നെയാണല്ലോ ഞാൻ ഇങ്ങനെ അമ്മയുടെ വഴിക്കുള്ള ആളാണെന്നും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെന്നും ഭൂമി സംബന്ധമായ അപ്പൊ അവര് തന്നെയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞു. അല്ല, മറ്റേ കുട്ടിയാണ് കൂടെ. അത് ഗ്രഹനിലയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കുട്ടിയെ പറ്റി അന്വേഷിച്ചിട്ടാണല്ലോ ഞാനിത് കണ്ടെത്തിയത് തന്നെ.
നമ്മൾ വെറുതെ നമ്മൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ആരോടും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പാസ്റ്റ് ലൈഫിനെ സംബന്ധിക്കുന്നിടത്തോളം. നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയത് വിളിച്ചു പറയാം. ആരും കാണുന്നില്ല. അങ്ങനെ അതെ. പാടില്ലല്ലോ ഒരിക്കലും. അപ്പൊ അതിന് തീർച്ചയായിട്ടും അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് തന്നെ അത് സമ്മതിപ്പിച്ചതിന് ശേഷമേ ഞാൻ പറയാറുള്ളൂ. ഇപ്പൊ ഒരാള് ഡാൻസർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണോ, അല്ലെങ്കിൽ എത്രമാത്രം അതിനോട് ഇഷ്ടമുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെ അവർക്ക് അത് കൺവിൻസിങ് ആയി വരത്തക്ക രീതിയിൽ പറയാറുള്ളൂ. അല്ലാതെ നിങ്ങൾ എവിടെ ചോള രാജ്യത്തെ രാജാവായിരുന്നെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് ശരിയല്ലല്ലോ. അവർക്ക് മനസ്സിലാവണം. അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അതിന്റെ ഒരു ബോധ്യം വരണം ആ രീതിയിൽ. അതിനെപ്പറ്റി ഒരു കഥ ഞാൻ പിന്നീട് പറയാം. കഥയെല്ലാം ഉണ്ടായൊരു സംഭവം പിന്നീട്. ഇപ്പൊ ഇതിനെപ്പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു സോൾ എന്ന് പറഞ്ഞാല് അവര് തമ്മില് വിവാഹത്തിന് ശേഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാ. നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, പക്ഷെ ജോലിയില്ല. ഇങ്ങനെ കുട്ടിയെ കൊണ്ടുള്ള മനപ്രയാസം ഉണ്ടാകുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നു, ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ വരും. അപ്പൊ അന്ന് ചെയ്ത കർമ്മങ്ങള് രണ്ട് വ്യക്തികളായിട്ട് അവരനുഭവിക്കുകയാണ്. പുരുഷനായിട്ടും സ്ത്രീയായിട്ടും നിന്നിട്ട് ആ കർമാനുഭവം വേഗം തീർക്കാനായിരിക്കാം അങ്ങനെ ഒരു ജന്മം എടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ അതൊരു അതിശയകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോ ശരിക്കും അതില് അഗൈൻ അവർക്ക് അങ്ങനെ ഒരു അതെങ്ങനെ അപ്പൊ ജാതകം രണ്ട് ആൾക്കാരല്ലേ ജനിച്ചിരിക്കണം, അവർക്ക് എങ്ങനെയാണ് അവർക്ക് അങ്ങനെ ഒരു സെൻസ് ഉണ്ടാവുമോ? ഇവര് രണ്ട് സ്ഥലത്താണ് ജനിച്ചിരിക്കണേ, പിന്നെ കല്യാണം കഴിച്ച് ഒരുമിച്ച് വന്നതാണ്, അതിനുശേഷമാണല്ലോ കുട്ടി ഉണ്ടായത്. അതെ. സോ അത് വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. എങ്ങനെയാണ് അപ്പൊ ഒരേ സോൾ എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ഇംപ്രഷൻസ് ഒക്കെ ആണല്ലോ. അപ്പൊ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി? രണ്ടായിട്ട് ജനിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ? അപ്പൊ ആ സെയിം എനർജി ബിക്കംസ് ടു. അതെ അതെ. അപ്പൊ പകുതി ഇവിടെയും പകുതി എവിടെയും പോകും, അതോ സിമിലർ ആയിരിക്കും? സിമിലർ ആയി ഒരു സോള് തന്നെ വ്യത്യസ്തമായ രണ്ട് ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കല്ലേ. അവര് രണ്ട് സ്ഥലത്ത് പോയി ജനിച്ചിരിക്കുന്നു. ലീനിയർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബ്രെയിനിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. കാരണം വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ ജീനാണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള അപ്പൊ ഇവര് അതപ്പോ കൂടെ നിന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അന്നൊക്കെ ധാരാളം ആളുകൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഈ ഐകളൊക്കെ. അതിൽപ്പെട്ട ആളുകളായിരിക്കും ഇവരുടെ പേരൻസ് ആയിട്ടൊക്കെ വരുന്നതേ. അതുമായിട്ട് ആ കർമ്മമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതുകൊണ്ട് വേദനിക്കില്ലേ, ഒരാള് മാത്രമല്ലല്ലോ. അപ്പൊ അവരാ അന്ന് ഇതിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരും കൂടെ നിന്ന ആൾക്കാരും ഒക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ രണ്ട് കുടുംബത്തിൽ പോയി എവിടെയോ അറിയാത്ത രണ്ട് സ്ഥലത്ത് ജനിക്കുകയും അവര് വിവാഹം കൊണ്ട് ഒന്നിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരേ ഗ്രഹങ്ങളുടെ തന്നെ വ്യത്യസ്തമായ സിമിലർ ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഈ രണ്ട് ജാതകങ്ങളിലും ഉണ്ട്. ശരി. അപ്പൊ ഏത് ഗ്രഹമാണോ ദോഷം സൂചിപ്പിക്കുന്നത് അതേ ഗ്രഹം തന്നെ രണ്ടുപേരുടെയും ജാതകത്തില്. അതായത് ഒരേ കർമ്മം തന്നെ ചെയ്തു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്, ഒരേ തരത്തിലുള്ള കർമ്മം. ജാതകവും സിമിലർ ആണ്, ഗ്രഹങ്ങളിലൊക്കെ സിമിലർ ആണ്. എല്ലാ ഗ്രഹങ്ങളും അല്ല, ഈ ദോഷം സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ സിമിലർ ആണ്. ഇനി എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാല്, ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, കർമ്മം വേഗം അനുഭവിക്കാനോ ഫോർ വാട്ട് എവർ റീസൺസ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ അല്ലാണ്ട് ഒരേ സോള് സ്പ്ലിറ്റ് ആയിട്ട്, എനിക്ക് അതിൽ അതിശയം ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും, അതും എനിക്കൊരു അതിശയമായിട്ട് തോന്നാം. ബിക്കോസ് ഏതെങ്കിലും ഒരു ജെൻഡർ ചോയ്സ് പോലും ഡിഫറെന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ടല്ലേ. കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ ഈ കർമ്മബന്ധം വരുന്നത്. കുട്ടിയുടെ ജനനത്തോടു കൂടിയാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുവരെ ഇല്ലാത്ത എല്ലാ മാറ്റങ്ങളും അത് വേറെ ചില ജാതകങ്ങളിലും കാണാറുണ്ട്. ചിലരുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷമായിരിക്കും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരിക. അത് ജീവിത നിലവാരത്തിലും കാഴ്ചപ്പാടിലും എല്ലാം വ്യത്യാസം വരും. അത് ഐശ്വര്യം വന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തി ഇവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും ഇവരുടെ എനർജി തലത്തിൽ അല്ലെ കർമ്മ മേഖലയ്ക്ക് അല്ലെങ്കിൽ എല്ലാ മൊത്തത്തിലേ ഒരു ചേഞ്ച് വരികയാണ്. പോസിറ്റീവായിട്ടുള്ളതും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ളതും ഉണ്ട്. അത് നമുക്ക് ജാതകത്തിൽ അറിയാൻ പറ്റും. വിവാഹശേഷം ഉയർച്ച ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ. വിവാഹശേഷം ക്ലേശം, അതുപോലെ തന്നെ ക്ലേശം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഉണ്ട്. ചില കുട്ടികൾ ജനിച്ചതിന് ശേഷം അതൊക്കെ അവരെ കേട്ടിട്ടുണ്ടാകും. ചില കുഞ്ഞുങ്ങൾ അച്ഛനെയും അമ്മയും ചൂസ് ചെയ്ത് ജനിക്കുന്നു, അതിനുശേഷം അവർ പിരിഞ്ഞു പോകുന്ന കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ ചില കുട്ടികൾ ജനിച്ചതിന് ശേഷം
ആരായാലും അമ്മയായാലും അച്ഛനായാലും അവരുടെ കർമ്മത്തിൻ്റെ ഒരു ഓപ്പണിങ് വ്യത്യസ്തമായിട്ടുള്ളത്. ചിലപ്പോൾ അത് പോസിറ്റീവ് ആകാം, ചിലപ്പോൾ വളരെ നെഗറ്റീവ് ആകാം. അന്ന് മുതലാണ് അത് സംഭവിക്കുക. അത് കൺസീവ് ആകുന്ന നിമിഷം മുതലേ സംഭവിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ ഡോറും തുറന്നു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞതുപോലെ ഈ കർമ്മ ആക്റ്റീവ് ആകാനായിട്ട് ഈ വ്യക്തി കാരണമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. കുട്ടികളും ആകാം. കുഞ്ഞിന്റെ ഒരു കുഞ്ഞും ഇവരുമായിട്ടുള്ള കർമ്മമാണ്. കുഞ്ഞിന്റെ മാത്രമല്ല, കുഞ്ഞും ഇവരുമായിട്ടുള്ള വളരെ ശക്തമായ കർമ്മങ്ങളിലാണ് അത് സംഭവിക്കുന്നത്. അല്ല എല്ലാ കുട്ടികളും ജനിക്കുന്നതുകൊണ്ട് പ്രോബ്ലം, അല്ലെ എല്ലാ കുട്ടികളും ജനിക്കുന്നതുകൊണ്ട് നല്ലത് എന്നൊന്നുമില്ല. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകും. ചിലപ്പോൾ അച്ഛനായിരിക്കും, ചിലപ്പോൾ അമ്മയ്ക്കായിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം. കുട്ടിയുടെ ഗ്രഹനില വളരെ പോസിറ്റീവ് ആണെങ്കിൽ വീടും വാഹനവും അതെ 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 നല്ല ടൈമായിട്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഐശ്വര്യം ഉണ്ടാകും. അതല്ല ഇത് പാസ്റ്റ് കർമ്മമായിട്ട് ബന്ധപ്പെട്ട ചില ശക്തമായ അനുഭവങ്ങളുടെ തുടക്കം വരുന്നത് ഈ കുട്ടി ജനിക്കപ്പെടും. അങ്ങനത്തെ കുറേയേറെ ഗ്രഹനിലകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്പ്ലിറ്റ് ആയിട്ട് കണ്ടത് ഇപ്പൊ ആദ്യമായിട്ടാണ്. ഈ കേസില് ഈ കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് അവർ സ്പ്ലിറ്റ് അതെ അതെ അച്ഛനമ്മയായിട്ട് ഒരുമിച്ച് അനുഭവിക്കുന്നു, ഒരേപോലെ ഒരേ പാറ്റേൺ. ചേച്ചി ഇതിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു റീസൺ മാത്രമാണോ? ഫോർ എക്സാമ്പിൾ ഞാന് വളരെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്ന ആൾക്കാർ, ചില ആൾക്കാർ പറയുമ്പോൾ ഏതെങ്കിലും നമ്മൾ പണ്ട് പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള ചില കഥാപാത്രങ്ങളായിരുന്നു ഞാനെന്ന് പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ മൾട്ടിപ്പിൾ ആൾക്കാർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന ആളായിരുന്നു, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നമ്മൾ കേട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പം ഞാൻ സംശയത്തിൽ എല്ലാവരും ഇതായിരുന്നു എന്ന് ഞാൻ സംശയിച്ച് ആലോചിച്ചിട്ടുണ്ട് പല സമയത്തും. അപ്പം അത് അപ്പം ഈ സ്പ്ലിറ്റ് സോളിന്റെ ഒരു അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ടോ ഇനി ചിലപ്പോൾ ആ അന്നത്തെ ആ സോള് മൾട്ടിപ്പിൾ ബോഡീസ് എടുത്തതാണോ, അതോ എനിക്ക് അതൊരു ഭയങ്കര എനിക്ക് മനസ്സിലായി ചോദ്യത്തിന്. അങ്ങനത്തെ ചോദിക്കുന്ന ആളുകളെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥകൾ ഞാനിപ്പോൾ ഒരു 1000-1500 പേരെങ്കിലും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് ജെനുവിൻ ആയിട്ടുള്ളതും ഹലൂസിനേഷനും ഉണ്ട്. ചിലര് അവരെത്രമാത്രം അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്, ആ ഒരു ട്രാൻസിലേക്ക് പോകുമ്പോൾ അവരുടെ പാസ്റ്റ് ലൈഫ് ജെനുവിനായിട്ട് കാണുന്ന ആൾക്കാരാണ്. അല്ലാതുള്ള ആൾക്കാരും ഉണ്ട് ഹലൂസിൻ. അവരുടെ മനസ്സിൽ അവരെ പറ്റി ഒരു ധാരണ ഉണ്ടാകും, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, അതൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ളതും ഉണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ എത്രമാത്രം ഡെപ്തിലേക്കാണ് അത് പോകുന്നത് എന്നുള്ളത്, ആ മെഡിറ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാൻ പറ്റും വ്യത്യാസം. അപ്പൊ ഈ ഇങ്ങനൊരു ഇപ്പൊ നമ്മൾ പറഞ്ഞു കർമ്മം വേഗം അനുഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി, ഇങ്ങനെ വേറെയും പോസിബിലിറ്റീസ് ഉണ്ടോ? എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഒരേ സോള് 2 ബോഡി എടുത്തിട്ട് ഒരിക്കലും മീറ്റ് ചെയ്യാതെ ജീവിതം തുടരണം, അങ്ങനെ ഒരു പോസിബിലിറ്റി? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഗ്രഹനിലകളൊന്നും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഗസ് ചെയ്തും വായിച്ചറിഞ്ഞതും ഞാൻ പറയാറില്ല. ഇപ്പം ഗ്രഹനിലയിൽ ഒരു കോമ്പിനേഷൻ ഇപ്പം പ്രമാണ ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ പോലും എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരികയും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അതിന് അവര് പിന്നെ ഒന്ന് കൺവിൻസ് ആവണം. ഞാൻ പലപ്പോഴും അവരോട് അങ്ങനെ അല്ലേ എന്നാ ചോദിക്കുക, ഇങ്ങനെ ആണെന്ന് പറയാറില്ല. അതൊരു എന്നെ പറ്റി ഒരു വലിയ പരാതിയാണ്. അവർ ചോദിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയും. ഇവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല, ഞാൻ അങ്ങനെ പറയില്ല, കവിത ഇങ്ങനെയല്ലേ എന്നാ ചോദിക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ. പിന്നെ നമ്മൾ കാണാത്തൊരു കാര്യത്തെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ പിന്നെ റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആണെന്നുള്ളത് കണ്ടെത്താനായിട്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ളത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പരസ്പരം എവിടെയോ ഇരിക്കുന്ന സ്പ്ലിറ്റ് സോളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അങ്ങനെ സ്പ്ലിറ്റ് സോളാണെന്ന് പറയുന്നുണ്ട്. അത് മിക്കവാറും ഈ ചെറിയ പ്രായക്കാരാണ് അങ്ങനെ പറയാം, എൻ്റെ സോൾ എവിടെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോൾമേറ്റിനെ അന്വേഷിച്ച് നടക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമുക്കറിയില്ല, നമ്മൾക്കുള്ള സോൾമേറ്റ് ആണ് നമ്മുടെ മുന്നിൽ വരും. പിന്നെ അതൊക്കെ എപ്പോഴും ആളുകൾക്ക് ഒരു മറ്റുള്ളവരെ മിസ്യൂസ് ചെയ്യാനുള്ള അവസരങ്ങളായിട്ടൊക്കെ മാറും. അങ്ങനെയൊക്കെയുണ്ട്. ഇതൊരു കാണാത്ത ഒരു ലോകത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നതേ. അതിന് അതിൻ്റെതായിട്ടുള്ള നിഗൂഢതകളും പരിമിതികളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരു റീസൺ വേണം, ഇതിനൊരു ലോജിക്ക്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ, ലോജിക്കൽ കോമ്പിനേഷൻ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ സ്വീകാര്യമായിട്ട് എടുക്കാവുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്.
അപ്പൊ ശരിക്കും ഈ അങ്ങനെ ഒരു പോസിബിലിറ്റിയും ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഉണ്ട്, വായിച്ചിട്ടുണ്ട്, ഞാനും ആ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഉണ്ട് അപ്പൊ എന്നുള്ളത്. അതിന് എന്തെങ്കിലും അതിന് പർപ്പസ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാന് എന്റെ പോലെ എന്റെ സോള് തന്നെ വേറെ സ്ഥലത്ത് ഉണ്ടാവാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ല, ആ സോൾ എന്തൊക്കെ കർമ്മങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ടാവുമല്ലോ. ആ ഇതിന് അപ്പൊ ഇനി സമാനമായിട്ടില്ല. ഞാനൊരു ലൈഫ് എടുക്കുവാണെങ്കിൽ അത് കുറച്ച് അനുഭവിച്ചാൽ മതി എന്നാണ്. എനിക്ക് ആ സിനിമ പറഞ്ഞതോ ഓർമ്മ വന്നത്. ഞാൻ എവിടെയോ വെളുത്തൊരു അതെ കുട്ടിയുടെ അതെ അതെ ഞാന് സലീംകുമാർ അതെ പറയുന്നത്. സലീംകുമാർ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ സ്പ്ലിറ്റ് സോളായിട്ടിരിക്കുന്നെങ്കിൽ ഇപ്പൊ കവിത എന്നുള്ള ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ആ സുഖദുഃഖങ്ങളുണ്ട്. ആ അതേപോലെ തന്നെ വേറൊരിടത്ത് വേറൊരു പേരിൽ ഒരാൾ ജീവിക്കുകയാണ്. ആ അപ്പോൾ അവരുടെ ഇതേപോലുള്ള അനുഭവങ്ങളല്ലല്ലോ വരിക. ആ വേറെ നമ്മളുടെ വേറെ കുറേ അനുഭവങ്ങൾ നമ്മൾ എത്രയോ ജന്മങ്ങളിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ക്ഷയിച്ചു വരുന്നത്. അപ്പൊ അവര് അവിടെ അനുഭവിക്കുന്നുണ്ടാകാം. എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ അല്ല. അയ്യോ ഞാനിപ്പോ വേറെ എവിടെയോ ഈ പറഞ്ഞ പോലെ ഞാൻ വേറെ എവിടെയോ അത് ഇരിക്കുന്നുണ്ടാവുന്ന ഒരു ഞാനല്ല. possibility ഉണ്ട്. അത് അത് ഞാനല്ല. ഞാനല്ല, മനസ്സിലായില്ലേ? സ്പ്ലിറ്റ് സോളാണെന്ന് വേറൊരു സോളാണ്. ആ ആ സോള് അനുഭവിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത് ഓക്കെ ഞാൻ പോയി അനുഭവിക്കാനൊന്നും അതിന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അല്ല ഒന്നും മനസ്സിലായില്ല. അതായത് അല്ലെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ചേച്ചി പറഞ്ഞ പോലെ നിഗൂഢമായ ഉള്ള ഒരു ഒരു കാര്യമാണ്. അറിവാണ്. അപ്പൊ അത് ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ലീനിയർ ആയിട്ട് ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. ഈ സത്യം ലീനിയർ അല്ല എന്നാണല്ലോ പറയണത്. അപ്പോൾ ഇതിന്റെ ഒരു അല്ല ശരിക്കും നമുക്ക് എന്തുമാത്രം അറിവില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഒക്കെ എത്രയോ അപ്പുറമാണ് ഈ സൃഷ്ടിയും ഈ ആ പ്രകൃതിയും ഈ പ്രകൃതിയുടെ നിലനിൽപ്പും എന്നൊക്കെ നിഗൂഢ. അതെ അതെ പറയുന്നത്. അതെ. അതിന്റെ ഒരു ശരിക്കും അത് വ്യക്തമായി നമുക്ക് അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു സ്പ്ലിറ്റ്. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പ് ഇതുപോലെയുള്ള കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ പോസിബിൾ ആണോന്ന്. അപ്പോഴും എപ്പോഴും എനിക്ക് തോന്നി അതെങ്ങനെ പോസിബിൾ ആവും. ഞാൻ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഉത്തരം ഇപ്പൊ ചേച്ചിയിലൂടെ എനിക്ക് അതിന്റെ ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരം എനിക്ക് കിട്ടിയതാണ്. അതുപോലെ ഒരു പക്ഷെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഉള്ളിൽ ഇത്തരം ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിന് ഉത്തരം കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി എന്തോ പറയാൻ വന്നു? അല്ലെ, നമ്മൾ ആ സ്പ്ലിറ്റ് ആയിട്ട് സോള് ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് അതുമായിട്ട് കണക്റ്റഡ് ഒന്നും അല്ല. ഈ ഈ ഓക്കെ. ജന്മത്തിൽ നമ്മൾ ജനിച്ചു, വേറൊരു സ്ഥലത്ത് അതേപോലെ അവർ ജീവിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് സ്പ്ലിറ്റ് ആയിട്ട് ജനിച്ചെങ്കിലും ഈ ഒരു കർമ്മം അനുഭവിക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ടാണ് ഓക്കെ. രണ്ടുപേരും കണ്ടുമുട്ടി ഒരിടത്ത് ജീവിക്കുന്നത്. ഒരേ കർമ്മത്തിന്റെ കർമാനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വളരെ ഇതിലോ ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് കേട്ടിട്ടുള്ള പലർക്കും ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവും. പക്ഷേ പ്രകൃതിയുടെ സത്യങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്കിങ്ങനെ ലീനിയർ ആയിട്ട് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ഉത്തരം തരാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിലുണ്ടല്ലോ. അതിലൊരു കാര്യമായി ഒരു അത്ഭുതമായി നമ്മുടെ ജീവിതത്തിൽ ഇത് ഇരിക്കട്ടെ, അങ്ങനെ ഒരു ഓർമ്മയായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.